അയ്യോ, അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോയല്ലോ. ഇതറിഞ്ഞ അവരെന്ത് വിചാരിക്കുമാവോ? ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ഓരോന്നും ചിട്ടയോടുകൂടി ചെയ്യുന്ന ആളുകള് ജാതകം നോക്കാതിരിക്കുവോ? പൊരുത്തമില്ലാത്ത കല്യാണം നടത്താൻ ശ്രമിക്കുവോ? മിഥുനാണെങ്കിൽ മേഘനെ ജീവനേക്കാളും ഇഷ്ടം. ഒരു കാര്യമില്ലാതെ നല്ല മനുഷ്യരെ ഞാൻ വെറുതെ സംശയിച്ചു. ചാരു, ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ? അതെന്താ ചേച്ചി, കല്യാണ പെണ്ണ് താലി കെട്ടുമ്പോ മാത്രം ഒരുങ്ങിയാ മതിയോ? വലിയ വലിയ വീട്ടിലെ സംഗീത ഫംഗ്ഷൻ എന്ന് വെച്ചാ ചേച്ചി എന്താ കരുതിയേ? എല്ലാവരെക്കാളും എന്റെ ചേച്ചിയാണ് സുന്ദരിയായിട്ട് തിളങ്ങേണ്ടത്. ചേച്ചി, ഞാൻ റെഡിയായി. എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ചേച്ചി? നിതിൻ, ഈ ഡ്രസ് നിനക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. നന്നായിട്ടുണ്ടല്ലോ ചേച്ചി. വേണ്ട, നിന്റെ ബാഗ് നീ എവിടെ കൊണ്ടു വെച്ചിരിക്കാ? ആ റൂമിൽ വെച്ചിട്ടുണ്ട്. എന്നാ വാ, വേറെ ഡ്രസ് ഇട്ടുതരാം. പോട്ടെ വിടി ചാരു, അവന്റെ ഇഷ്ടല്ലേ. വേണ്ട ചേച്ചി, ഒരു രസവുമില്ല. മോനെ, നീ എന്റെ കൂടെ വാ. വാ. എവിടെ പോയി മേഘന? നീ അവിടെ കൊണ്ടു നോക്ക്. നീ എന്നോടോ? ആരാ നിങ്ങളൊക്കെ? കാറ്ററിംഗ്. എന്നാ ചെല്ലേ, അവിടെ നിന്നേ. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. കേൾക്കാൻ മാത്രമല്ല, കണ്ടിട്ടുമുണ്ട്. ജഗദീഷ്, അപ്പൊ നീ വന്നല്ലേ? എങ്കിൽ മേഘനയുടെ കാര്യത്തിൽ തീരുമാനായി. ഞാൻ നോക്കട്ടെ, അതുവരെ ഒന്ന് അടങ്ങി നിൽക്ക്. മേഘനയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാ. അതിരിക്കട്ടെ, അവളുടെ റൂം ഏതോ? അവിടെയാ, ആ കാണുന്ന റൂം. എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോടാ. പിശാച് ഒഴിഞ്ഞു പോട്ടെ. ചെല്ലേ. വാടാ. ചെല്ലു ചെല്ലു. നിങ്ങള് കാറ്ററിംഗിന്റെ ആൾക്കാരല്ലേ? അതെ, കാറ്ററിംഗിന്റെ ആൾക്കാർ തന്നെ. നിങ്ങൾക്ക് ഈ റൂമിനകത്ത് എന്താ കാര്യം? ഒന്നുമില്ല സാർ, ഈ റൂമൊക്കെ ഒന്ന് ഒതുക്കാൻ പറഞ്ഞു. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവിടെ സംഗീത് ഫംഗ്ഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുക. ആദ്യം ഗസ്റ്റിന് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കൊടുക്ക്. പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? അങ്ങോട്ട് ചെല്ല്. ഓക്കെ സാർ. ഏട്ടത്തി, റെഡിയായി കഴിഞ്ഞോ?
ഡ്രസ് അടിപൊളിയാണല്ലോ. ശരി എന്നാ ഏട്ടത്തി നമുക്ക് അങ്ങോട്ട് പോയാലോ? ചേച്ചി ഇപ്പൊ നോക്കിയേ, നിതിന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് നിധി. ശരി നമുക്ക് അങ്ങോട്ട് പോയാലോ? ഒന്നും അങ്ങോട്ട് ഒത്തു വരുന്നില്ലല്ലോടി. അവസാന നിമിഷം അവർ കേറി വന്നോണ്ടല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? വലതും പറ്റില്ലായിരുന്നോ ഹർഷിനി? ഹർഷിണി ചിലപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിശ്ചയത്തിന്റെ അന്ന് തുടങ്ങി എല്ലാവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ ഹർഷിണി, നീ എന്റെ നാത്തൂനൊന്ന് മറന്നുപോയോ? അതിനിപ്പോ ഞാനെന്ത് വേണം? തലയെ കയറ്റി വെച്ച് എഴുന്നള്ളിച്ചോണ്ട് പോണോ? അയ്യോ അതൊന്നും വേണ്ട, എന്റെ ചേച്ചിയെ പൊക്കാൻ വലിയ പാടാ. ചാരു, നീ മിണ്ടാതിരുന്നേ. ഒന്നും വിചാരിക്കല്ലേ ഹർഷിണി, അവള് കൊച്ചുകുട്ടിയല്ലേ. അയ്യോ ശരിയാണേ, എല്ലാരും കൊച്ചുകുട്ടികളാണല്ലോ, ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത്. ഞാൻ എന്ത് ചെയ്തെന്നാ? നോക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നില്ല. നാത്തൂനാ തേങ്ങയുടെ മൂടാന്നൊക്കെ പറഞ്ഞോണ്ട് എന്നോട് നിന്റെ പ്രകടനമൊന്നും വേണ്ട. എല്ലാരും അവരവരുടെ ലിമിറ്റിൽ നിന്ന ആർക്കും ഒരു കേടും ഉണ്ടാവില്ല. ഹർഷിണി, ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞു എന്നാ? ഏട്ടത്തിയൊന്നും പറഞ്ഞില്ലെങ്കിലും എന്റെ ചേച്ചി അങ്ങനെയാ. അയ്യോ ഏട്ടത്തി, ഹർഷിണി എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല. ചില നേരത്തെ അവൾക്ക് ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. ഏട്ടത്തി ഇത് വലിയ കാര്യാക്കണ്ട. എല്ലാരും വാ, സംഗീതം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? വാ ചേച്ചി. ഹലോ, എന്റെ മിഥുനേട്ടന്റെ കല്യാണത്തിനെത്തിയ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. നാളെ കാലത്താണ് കല്യാണം. എന്നാൽ ഇപ്പൊ ഇവിടെ നമ്മുടെ നൃത്ത സംഗീത പരിപാടികളോടുകൂടി ആഘോഷം അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. മാനേജർ മാഡം, ഈ ബൗളിൽ കുറച്ച് ചീട്ടുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഓരോരുത്തരായി വന്ന് ഇതിലെ ഓരോ ചീട്ട് എടുക്കണം. ആ ചീട്ടിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇവിടെ പെർഫോം ചെയ്യണം. അത് ചിലപ്പോ ഡാൻസ് ആവാം, പാട്ടുകളാവാം, ഡയലോഗ്സുകളാവാം, അങ്ങനെ എന്തെങ്കിലും. സഞ്ജു, നീ പറ, നമുക്ക് ആരിൽ നിന്ന് തുടങ്ങാം? മറ്റാര്? അമ്മ പ്രിയംവദ, ചേച്ചി ഹർഷിണി. അത് നന്നായി. രണ്ടുപേരും ഇന്ത്യൻ ഓഷനും പസഫിക് ഓഷനും പോലെ ഒട്ടിയൊട്ടിയല്ലേ നടക്കുന്നേ. അതുകൊണ്ട് ആദ്യം നമുക്ക് അവരെ തന്നെ വിളിക്കാം. Come on, Mom, come on. നോ അത് ശരിയാവില്ലമ്മ, ഞാൻ സമ്മതിക്കില്ല. വന്നേ പറ്റൂ. Come on. Come on guys, cheer up. Mom, come on. Come. വാ അമ്മേ, വാ. Come on. ചെല്ല് Come on, ഹർഷിണി. വാ. ഓക്കേ ഡേ. അമ്മേ, പെട്ടെന്ന് രണ്ടുപേര് ഇതിൽ നിന്ന് ഓരോ ചീട്ടെടുത്ത്. വാവ്, ഇവിടെയും രണ്ടുപേരും ഒരേ ചീട്ടെടുത്തിരിക്കുന്നേ. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. വാവ്,
രണ്ടു പേരും കൂടി ഒരു ഡാൻസ് പെർഫോം ചെയ്യണം. ഡാൻസോ? അയ്യോ നോ. Come on. Start music. തുടിതാളം തട്ടി പെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളി കൈ തുടിതാളം തട്ടി പെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളി വേണ്ട, ഇപ്പൊ വേണ്ട. താരണിഞ്ഞേ തളിരണി താങ്ക് യു അമ്മ, താങ്ക് യു ചേച്ചി. എന്തായാലും രണ്ടുപേരും ഡാൻസ് അടിപൊളിയായിരുന്നു. അടുത്ത് നമ്മൾ ആരെ വിളിക്കാൻ പോകുന്നറിയോ? മറ്റാര്? നമുക്കേവർക്കും പ്രിയപ്പെട്ട മിഥുനേട്ടന്റെ ജീവൻ. ഈ വീടിന്റെ കാവൽ ദൈവം. വല്യച്ഛൻ പോലും പേടിക്കുന്ന ഏയ് സഞ്ജു. ഞങ്ങളുടെ വല്യമ്മ അരുണിമ മാലിനി. ക്ലാപ്സ്. എടാ, ഇതിനൊക്കെ ഞാനെന്തിനാ? നിങ്ങളെ കുട്ടികളെല്ലാവരും കൂടി ആഘോഷിക്കേ. അത് ശരിയാവില്ല വല്യമ്മ. വല്യമ്മ വന്നേ തീരൂ. ചീട്ട് എടുക്കണം, അതിലെഴുതിയിരിക്കുന്ന പോലെ ചെയ്യണം. കമോൺ കമോൺ ചെല്ലരുണിമേ. ഈ ചീട്ടെടുക്കുന്ന വ്യക്തി അവരുടെ കുടുംബത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയണം. കമോൺ വല്യമ്മേ. ഒരു ഫ്ലവർ ബൊക്കെ പോലെയാണ് കുടുംബം. മനവും തനുവും ഒന്നിച്ച് ഇരുവരുടെ സംഗമം. ആ രണ്ടുപേർ സംഗമിക്കുമ്പോൾ നാൽവരാകുന്നു. ആ നാലുപേരും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ കുടുംബം ഒരു സ്വർഗമാകുന്നു. അടുക്കും ചിട്ടിയോടും കൂടി അലങ്കരിച്ച ഒരു ഫ്ലവർ ബൊക്കെ പോലെ. അങ്ങനെ ഒരു കുടുംബത്തെ കുറിച്ച് പറയണമെങ്കിൽ എന്റെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാരാ? ഞാനോ? കമോൺ വല്യച്ഛ. വല്യച്ഛ കമോൺ. വാ വല്യച്ഛ. കമോൺ വല്യച്ഛ. ഒരു വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര പണം വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. ആത്മസമർപ്പണമുള്ള ഒരു വ്യക്തിക്ക് എത്ര ഉയരത്തിലും എത്താൻ സാധിക്കും. അസാധ്യമായതൊന്നും ഉണ്ടാവില്ല. അതിനെ ഭാഗ്യവും നിർഭാഗ്യവുമായി കൂട്ടിക്കെട്ടരുത്. ഏതൊരു കാര്യവും നമ്മൾ വേണം തീരുമാനിക്കാൻ. പക്ഷേ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് എത്തുന്ന സഹധർമ്മിണിക്ക് ഈ ഫോർമുല ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അവിടെ ഉറപ്പായും ഭാഗ്യം
അമ്മയെപ്പോലെ കരുതലും സ്നേഹവും നൽകുന്നവൾ, സ്നേഹിതയെപ്പോലെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവൾ, ന്യായാധിപയെപ്പോലെ പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്തുന്നവൾ. ഇന്ന് ഞാനും എന്റെ കുടുംബവും സമാധാനത്തോടെ ജീവിക്കാൻ കാരണമായവൾ. ഒരു മരുമകളായി ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയപ്പോ ജയേട്ടന്റെ അമ്മ എനിക്ക് ഒരു മകളുടെ സ്ഥാനമാണ് തന്നത്. ഇപ്പോഴിതാ ഞാനും മേഘനയെ ആ സ്ഥാനത്തേക്ക് തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ആ സ്ഥാനത്തിന്റെ സകല മര്യാദകളും മേഘനയുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. മമ്മി, ഇവരുടെ ഈ പ്രസംഗം എപ്പോഴാ അവസാനിക്കുക? അവര് കിടന്ന് പ്രസംഗിക്കട്ടെടി. നാളെ നേരം വെളുത്ത കല്യാണം നടക്കില്ലേ? അപ്പോഴും മമ്മി ഇത് തന്നെ പറയണം കേട്ടോ. ഞാനെല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ബേബി. എന്ത് പ്ലാനാ? അവര് കൊടുത്ത സ്പെഷ്യൽ നെക്ലേസ് ഇല്ലേ, അത് മേഘനയുടെ കയ്യിലാണല്ലോ ഉള്ളത്. ഇവരിവിടെ ആടിപ്പാടി തിമിർക്കുമ്പോ നമുക്കതങ്ങ് അടിച്ചു മാറ്റണം. പിന്നെ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? പൊളി ഐഡിയ ആണല്ലോ മമ്മി. എന്നാ താമസിപ്പിക്കണ്ട, എഴുന്നേക്ക്. താങ്ക് യു. ആ വല്യമ്മയും വില്ലേജനും കുറച്ചു നേരം ഇവിടെ തന്നെ നിൽക്കണം. ചെറിയൊരു ഗെയിം ഉണ്ട്. ഇനി എന്ത് ഗെയിമാടാ? ഒന്നവിടെ നിൽക്കുമല്ലിച്ച. ഏട്ടനും ഏട്ടത്തെയും ഒപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും സ്റ്റേജിലേക്ക് വരൂ. കമോൺ. ശാലു, നീ അവിടെ നോക്കിയേ. ഇപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ട്രൂത്ത് ഓർ ഡയർ ഗെയിം കളിക്കാൻ പോവാണ്. ഈ ബോട്ടിൽ കറങ്ങി തിരിഞ്ഞ് ആരുടെ നേർക്ക് എത്തിച്ചേരുന്നോ അവരൊന്നുകിൽ ട്രൂത്ത് പറയണം അല്ലെങ്കിൽ ഡയർ ചെയ്യണം. ഓക്കെ? ഓക്കെ.